Hello guys, welcome back to my YouTube channel. I am with Chapsi. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ? സൺഡേയിൽ നമുക്ക് പ്രധാനപ്പെട്ടായിട്ട് എന്താണ്? രാവിലെ പള്ളിയിൽ പോകണം. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് സൺഡേ വ്ളോഗ് ആയാലോ? പക്ഷെ ഒരു കാര്യമുണ്ട്, പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കാണാം. ടാറ്റാ. നമ്മൾ പള്ളിയിൽ പോയി വന്നിരിക്കുകയാണ് ഗായ്സ്. ഇനി നമുക്ക് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരിടത്തരെ പോവാനുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കൊച്ചിന്റെ കല്യാണമാണ്. അപ്പൊ അവിടെ ഒന്ന് കേറിയിട്ട് വരാം. അങ്ങനെ നേരെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നേരെ ഉച്ചയ്ക്ക് അങ്ങോട്ട് ഉണ്ണാൻ പോവാണ്. അപ്പോ ഇന്നത്തെ ഫുഡ് അവിടെയാണ്. നമ്മുടെ തൊട്ടപ്പുറത്താണ്, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അവിടെ പോയി ഊണ് കഴിച്ചിട്ട് വരാം ഗായ്സ്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് ഫുഡ് കഴിച്ചു. തോരന്, അച്ചാറ്, സാമ്പാർ, പുളിശ്ശേരി, തീയലെല്ലാം കൂട്ടി ഒരു കഴിപ്പങ്ങ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നത് റോഷിനിയുടെ ഒരു കുഞ്ഞു പ്രകടനമാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങളുടെ ഇടയിൽ അവിടെ നിന്ന് നമ്മുടെ ടെറസിന്റെ മുകളിലേക്ക് വന്നു കുറച്ച് കലാപരിപാടികൾ അവിടെ വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് റീൽസ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അതാണ് ഗായ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കും മമ്മി മോൾ ഒരേ ഉണക്കുള്ള ഡ്രസ്സ്. അതെ, ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെയാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ മുകളിൽ നിൽക്കുമ്പോൾ ദാണ്ട് ഒരാൾ വന്ന് പയർ കുറെ പറിക്കാനായിട്ട് മുകളിലോട്ട് വന്നേ. ആദ്യമായിട്ടാണ് മമ്മി വീഡിയോയിൽ വരുന്നത്. ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇപ്പൊ ഈ വീഡിയോയിൽ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ പയർ എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് നീ തന്നെ പറഞ്ഞാൽ മതി എൻ്റെ പൊന്നു മോളേന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പിന്നെ നിങ്ങളെ കാണിക്കാന്ന് വെച്ചു. ഇത് നോക്ക്, ഇത് നമ്മുടെ വീട്ടിൽ വളർന്ന പയറാണേ, നല്ല ടേസ്റ്റാ. അതിനിടയ്ക്ക് ഒരാൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന് കേട്ട് നോക്കൂ. എന്തെങ്കിലും പറയാനുണ്ടോ ചാപ്പോ? വീഡിയോ എല്ലാരും കാണണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നാണോ? അങ്ങനെയാണോ? അതെ അതെ. അങ്ങനെ എന്റെ ചാപ്പോച്ചിയുടെ ആ ഒരു റിക്വസ്റ്റ് നിങ്ങൾ കേട്ടല്ലോ. എല്ലാരും അങ്ങനെ ചെയ്യണേ. അങ്ങനെ ദാണ്ട് ഒരുപാട് സമയത്തിന് ശേഷം ഞങ്ങൾ താഴെ വന്നു. നമ്മുടെ സുന്ദരി കുട്ടിയെ, നമ്മുടെ കുട്ടൂസൻ കുട്ടനെ കണ്ടോ? ഇത് എന്റെ പപ്പാന്റെ കുഞ്ഞാറ്റ മോളാണ്, നമ്മുടെ സുന്ദരിമണിയായ സുന്ദരക്കുട്ടനായ കുട്ടൂസൻ കുഞ്ഞ്. ഞങ്ങളുടെ കുട്ടൂസിനെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കൂട്ടുകാരെ? പിന്നെ കണ്ടില്ല എന്ന് പറയരുത് കൂട്ടുകാരെ. ദാണ്ട കിടക്കുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ കുറുമ്പി ഒക്കെ ആയിട്ടുള്ള ചാപ്പോയും സിംബോയും. അപ്പൊ കുഞ്ഞിന്റെ ഇരുത്തേക്ക് നിങ്ങൾ കണ്ടോ ഗൈസ്? ഒരു പാവം കുഞ്ഞിനെ പോലെ. ഇപ്പൊ കുഞ്ഞിന് ഭയങ്കര ആഗ്രഹം, ഞാൻ കസേര ഇരിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനൊരാഗ്രഹമുണ്ടേ. അത് നിങ്ങൾക്ക് ഇപ്പൊ കാണാം. ഞാനിങ്ങനെ വന്നതാണ്ട് ഇതേ ഉണക്കെ എടുത്ത് ഇങ്ങനെ താലോലിച്ച് കുറേ നേരം താലോലിക്കണം. ഇങ്ങനെ താലോലിക്കുമ്പോൾ ഒരാൾക്കൂടെ ഒരു അസൂയ കൂടുതലുണ്ട് കേട്ടോ. ആരാന്നറിയാം? നമ്മുടെ സിംബ കുഞ്ഞിന്. അവനെ വിളിച്ചിട്ട് അവൻ വരുന്നില്ല കേട്ടാ. ഇവളെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ താലോലിക്കുന്നതിന്റെ കെറുവാണ് അവിടെ കാണിക്കുന്നത്. അവനെ ഇനി എത്ര വിളിച്ചാലും അവൻ വരത്തില്ല. പിന്നെ ഞാനൊരു ഡോഗ് ലവർ ആണ്. എനിക്ക് ഇവരെന്ന് പറഞ്ഞ ജീവനാണ്. എന്റെ ലോകം ഇവരാണ്. എന്റെ മോള് കഴിഞ്ഞാൽ എന്റെ ലോകം എന്താ ഇവര് രണ്ടുപേരുമാണ്. സത്യം, ഞാൻ ഇവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എന്റെ ഓരോ വീഡിയോയിലും മനസ്സിലാവും. അത്രത്തോളം ഇഷ്ടമാണ്. അത് ഉണക്ക് എന്നോടും അതേ ഉണക്കാണ് അവർക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം വാങ്ങിക്കാൻ പുറത്തു പോകേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. വായോ കൂട്ടുകാരെ. അങ്ങനെ തന്നെ നമ്മൾ ആ സ്ഥലത്തെത്തിയിരിക്കുന്നു ഗായ്സ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമല്ലോ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷോപ്പാണ്. ഞാൻ എപ്പോ എന്ത് സാധനം വാങ്ങിക്കാനായാലും ഇങ്ങോട്ടാണ് ഓടി വരുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ എന്റെ ഫ്രണ്ട്സാണ്, അടുത്ത ഫ്രണ്ട്സാണ് എല്ലാവരും. പിന്നെ ഞാൻ എന്താണ് വാങ്ങിക്കാൻ വന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണും. ഞാൻ കല്യാണം എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നെത്തിയിരിക്കുന്നത്. ഗിഫ്റ്റുകൾ അങ്ങനെ നോക്കിയാണ് ഗായ്സ്. മാതാവും യേശുപ്പച്ചനും യോസപിതാവും ഒക്കെ ഇരിക്കുന്നത് കണ്ടോ ഗായ്സ്? അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകൾ ഇങ്ങനെ നോക്കുകയാണ് ഞാൻ. ഈ കൃഷ്ണന്റെ രാധ ഇത് നോക്കി, പക്ഷേ എനിക്കത് ഞാൻ പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു. ആദ്യമേ എന്റെ കണ്ണിൽ പെട്ടത് ഇതായിരുന്നു, കൃഷ്ണനും രാധ ഇങ്ങനെ നിൽക്കുന്ന ഈ ഫോട്ടോ. ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫോട്ടോസുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം. ഗിഫ്റ്റുകൾ ഇങ്ങനെ ഉള്ളത് കൊടുക്കുമ്പോൾ മയില്, കൃഷ്ണനും രാധയും അങ്ങനെ കൊടുക്കുമ്പോൾ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഇത് തന്നെ ഞാൻ നോക്കി. അപ്പോൾ അവിടെ എടുത്ത് തരാൻ നിൽക്കുന്ന എന്റെ ഫ്രണ്ട് ചേച്ചി പറഞ്ഞു ഇതായിരിക്കും ക്ലിൻഡു ഏറ്റവും നല്ലത്, ഇഷ്ടപ്പെടുന്നത് അത് തന്നെ ആയിരിക്കും. പിന്നെ ആ കുട്ടി ഒരു കൃഷ്ണ ഭക്തയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ ഞാൻ വാങ്ങിച്ചു ഗൈസ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇത് തന്നെ ഞാൻ ഫിക്സ് ചെയ്തു, ഇത് തന്നെ വാങ്ങിച്ചു. നമ്മളൊരു ഷോപ്പിലല്ലേ നിൽക്കുന്നത്, അപ്പോൾ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി ഞാൻ അവിടെ അങ്ങ് നിന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ബില്ലൊക്കെ സെറ്റാക്കി നമുക്കത് പൊതിഞ്ഞു തരാൻ പോവുകയാണ് ഗായ്സ്.
അടിപൊളി നല്ല സൂപ്പർ കളർ ഒരു വർണ്ണക്കടലാസ് കൊണ്ട് അടിപൊളിയായിട്ട് ഗിഫ്റ്റ് തന്നെ പൊതിഞ്ഞ് തരാൻ പോവുകയാണ്, തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ വർണ്ണക്കടലാസിന്റെ കളർ അങ്ങ് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ ഗായ്സ്, എന്ത് രസമുണ്ടെന്ന് നോക്കിയേ. അങ്ങനെ അത് പൊതിഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വേറൊരു കുസൃതി കണ്ടത്. ഒരു ബലൂൺ പാറി പറന്നിങ്ങനെ നടന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടോ? ബലൂൺ എങ്ങനെയാണ് ഡാൻസ് കളിക്കട്ടെ. അങ്ങനെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് പൊതിഞ്ഞ് റെഡിയാക്കി തന്നു. അടിപൊളിയായിട്ടുണ്ട്, നോക്കിയാൽ നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗായ്സ്. അങ്ങനെ വളരെ നന്നായി അത് സെറ്റാക്കി നമ്മുടെ കൈകളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഗായ്സ്. ഗിഫ്റ്റ് പെട്ടെന്ന് തന്നെ കൈകളിലേക്ക് വാങ്ങിച്ചു, ബില്ലൊക്കെ പേ ചെയ്തു. ദാണ്ടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് എന്റെ കൂട്ടുകാരെ. അങ്ങനെ ഗിഫ്റ്റ് നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി ഗായ്സ്. മോക്ക് കുറച്ച് മിഠായി വാങ്ങി അവൾക്കത് കൊടുത്തു. അങ്ങനെ സന്ധ്യയായി ഗായ്സ്. സന്ധ്യയൊക്കെ ആയപ്പോൾ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടില്ലേ ഗായ്സ്? നമുക്ക് തൊട്ട് ഫ്രണ്ടിലായതുകൊണ്ട് ഇവിടെ തന്നെ നിന്നെല്ലാം കാണാം. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ റെഡിയായി നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. ഞാനും റോഷിനിയും മമ്മിയൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. തന്റെ റോഷിനി മോള് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഗായ്സ്. രണ്ടുപേരുടെയും തകർത്ത ഒരുക്കങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഗായ്സ്? അപ്പോൾ ഞങ്ങൾ അങ്ങയിലോട്ട് കല്യാണത്തിന് വേണ്ടി പോവുകയാണ് കൂട്ടുകാരെ. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. അങ്ങനെ കല്യാണ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. കല്യാണ വീട്ടിൽ വന്നു, ഗിഫ്റ്റ് കൊടുത്തു, പിന്നെ അവിടെ കുറേ നേരം ഇരുന്നു. അങ്ങനെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഒരു ചായ വന്നു. അങ്ങനെ ചൂടോടെ ചായ കുടിച്ചു. കുറേ സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതിയെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡിന് ചപ്പാത്തിയും നല്ല ചൂട് ചിക്കൻ കറിയായിരുന്നു ഉള്ളത്. കാപ്പിയെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അവിടെ അങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് ഗായ്സ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. നോക്കിയപ്പോ റൂമിൽ ചാപ്പോയും നമ്മുടെ സിംബക്കുട്ടനും അവിടെയുണ്ട്. കട്ടിലിൽ ഞങ്ങളെ കാത്തിരിക്കുകയാണ് വരുന്നത്. നോക്കി, ഇങ്ങനെയാണ് ഇവർ രണ്ടുപേരും. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ വരുന്നവരെ ഇങ്ങനെയാണ് പണി. ഈ പിണക്കം പറയാൻ കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെ ഗായ്സ്, പുറത്ത് നല്ല കുഞ്ഞു മഴ നടപ്പുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു.